യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിൻ ഇടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന, ഇസഹാക്കിൻ ഇടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന. ആരാധന 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 ആരാധന. ഈശോയെ, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, ഇസ്രായേലിൻ്റെ ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ പ്രാർത്ഥനയുടെ കണ്ടന്റാണത്. പരിശുദ്ധ കുർബാനയിൽ തന്നെ നമ്മൾ പറഞ്ഞു പ്രാർത്ഥിക്കാറുള്ള കാര്യമാണ്. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ. എന്താണ് ഇതിൻ്റെ അർത്ഥം? പൂർവ്വപിതാക്കന്മാരിലൂടെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ദൈവമേ, അനുഗ്രഹങ്ങളുടെ ഓർമ്മയാണത്. ഇന്നോളം കർത്താവ് നൽകിയിട്ടുള്ള, ചരിത്രത്തിൽ ഇടപെട്ടിട്ടുള്ള ഓർമ്മകളെ പ്രാർത്ഥനകളാക്കി മാറ്റുന്നതാണ് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്ന് വിളിച്ചുള്ള പ്രാർത്ഥന. അതുകൊണ്ട് നമ്മൾ ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ ആരാധനയ്ക്കായി മുട്ടിന്മേൽ നിൽക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, ഇന്നോളം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നിനക്ക് നന്ദി. ഞങ്ങളുടെ പൂർവികരിലൂടെ കൈമാറി കിട്ടിയ വിശ്വാസമെന്ന അമൂല്യ സമ്പത്തിനെ ഓർത്ത് നിനക്ക് നന്ദി. ഞങ്ങളുടെ പൂർവികർ പഠിപ്പിച്ച വിശ്വാസത്തിൻ്റെ പാഠങ്ങളെ ഓർത്ത് കർത്താവേ നിനക്ക് നന്ദി. ഇസ്രായേലിൻ്റെ കാലം മുതൽ ചരിത്രത്തിൽ ഇടപെടുന്ന ദൈവത്തിൻ്റെ അനുഭവങ്ങൾ, ദൈവാനുഭവങ്ങളെ ഓർത്തെടുത്ത്, ആ ഇടപെടലുകളെ ഓർത്തെടുത്ത് നമുക്ക് ഒരുമിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളും ഉയർത്തിപ്പിടിക്കാം. നമുക്ക് ഇസ്രായേലിനെ എൻ്റെ ജനമെന്ന് പറഞ്ഞ് കൂടെ നിർത്തിയ കർത്താവ് തമ്പുരാൻ, ആ ജനത്തിൻ്റെ വീണ്ടെടുപ്പിനായി പുത്രൻ തമ്പുരാനെ നൽകിയവൻ, പുതിയ ഇസ്രായേലായി സഭയെ സ്ഥാപിച്ചവൻ, സഭയുടെ 2000 വർഷത്തെ ചരിത്രത്തിൽ എന്നും എപ്പോഴും സഭയുടെ കൂടെയുള്ള കർത്താവ് തമ്പുരാനെ, എൻ്റെ ജീവിതത്തിൽ നീ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ കൂടി ഓർത്ത് ഞാൻ നിന്നെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഇരുകരങ്ങളും ഉയർത്തി ദൈവജനമേ, സാധിക്കുന്നവരൊക്കെ ഇരുകരങ്ങളും ചെറുതായിട്ടെങ്കിലും ഒന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ, അനുഗ്രഹങ്ങൾ തന്നവന്റെ മുമ്പിൽ, ചരിത്രത്തിൽ ഇടപെടുന്നവന്റെ മുമ്പിൽ നമുക്ക് അവനെ ആരാധിച്ച് അവന് സ്തുതി മഹത്വങ്ങൾ കരയേറ്റി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന 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 ആരാധന. ഓ കർത്താവേ, നിനക്ക് മഹത്വം 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 മഹത്വം. സർവശക്തനെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന 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 ആരാധന. ഓ കർത്താവേ, നിനക്ക് മഹത്വം 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 മഹത്വം. ഈശോയെ ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആരാധന 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 ആരാധന. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിൻ ഇടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന ആരാധന ആരാധന
ആരാധന ആരാധന ആരാധന ആരാധന. ഈശോ തമ്പുരാനെ, നിന്റെ തിരുസന്നിധിയിൽ അയോഗ്യരും പാപികളുമായി ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി നിന്നെ ആരാധിക്കുവാൻ ഞങ്ങളെ ഒരുക്കുന്നതിനെയോർത്ത് നിനക്ക് നന്ദി പറഞ്ഞ് നിന്റെ വചനത്തെ ധ്യാനിച്ച് എളിയവരായി ഞങ്ങൾ ഒരുമിച്ച് നിന്നെ ആരാധിക്കട്ടെ. ദൈവജനമേ, കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ സ്വന്തമാക്കേണ്ട ഒരു ഭാവമുണ്ട്. അത് ഈശോ പറഞ്ഞ കഥയിലെ ചുങ്കക്കാരൻ്റെ ഭാവമാണ്. ഫരിസയൻ ദേവാലയത്തിൽ മുന്നോട്ട് കയറി നിന്ന് സ്വന്തം മേന്മകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചുങ്കക്കാരൻ അകലെയായിട്ട് നിന്ന് വിലാപത്തോടെ പറയുന്നു, കർത്താവേ, ഞാൻ പാപിയാണ്. ദൈവസന്നിധിയിൽ നിൽക്കേണ്ടത് അങ്ങനെയാണ്. അതായത് പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കണമെന്നല്ല, മറിച്ച് നമ്മുടെ ഒരു മനോഭാവമുണ്ട്. കർത്താവിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് മേന്മ ഭാവിക്കാൻ നമ്മളിൽ ആർക്ക് പറ്റും? അതിനു മാത്രം എന്തു മെച്ചമാണ് നമുക്കുള്ളത്? അതുകൊണ്ട് കർത്താവിനെ കാണുന്ന പാടെ ഉടനെ മാറത്തടിച്ചു നിലവിളിക്കേണ്ടത്, കർത്താവേ, ഞാൻ പാപിയാണ്, കർത്താവേ, ഞാൻ പാപിയാണ്. ഇത് ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കണം. നമ്മുടെ മെച്ചങ്ങൾ ചിന്തിക്കരുത്. കർത്തൃസന്നിധിയിൽ ഞാൻ എന്തോ ആണെന്ന് ഒരിക്കലും ഭാവിക്കരുത്. കർത്താവേ, ഞാൻ ബലഹീനൻ, ഞാൻ പാപി എന്ന ചിന്തയോടെ വേണം തിരുസന്നിധിയിൽ നമുക്ക് നിൽക്കാൻ. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. യെശയ്യായ്ക്കുണ്ടാകുന്ന ദൈവദർശനം. നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ ഓശാന ഗീതത്തിൻ്റെ നേരത്ത് ഒന്നായി ഉച്ചസ്വരത്തിൽ അവർ തിരുസന്നിധിയിൽ അനവരതം കർത്താവിൻ സ്തുതി പാടുന്നു. ഇത് പാടിയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും പുരോഹിതൻ ചെയ്യുന്ന കാര്യം. ബലിപീഠത്തിലേക്ക് താണു വണങ്ങി ശിരസ് ബലിപീഠത്തിൽ മുട്ടിച്ച് പുരോഹിതൻ കിടക്കും. കുറച്ചു നേരം അങ്ങനെ കിടന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ യെശയ്യായ്ക്കുണ്ടായ ദൈവദർശനവും അതിനെ തുടർന്നുണ്ടായ യെശയ്യായുടെ പ്രാർത്ഥനയുമാണ് പുരോഹിതൻ ആ നേരത്ത് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ ദർശനമുണ്ടായപ്പോൾ യെശയ്യാ പ്രാർത്ഥിച്ചത്, ഹാ എനിക്ക് ദുരിതം, ഹാ എനിക്ക് ദുരിതം, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. ബലവാനും കർത്താവുമായവനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. ദൈവത്തെ കണ്ട ഞാൻ നശിച്ചു പോകട്ടെ എന്നാണ് യെശയ്യാ പറയുന്നത്. എന്താ കാര്യം? ഞാൻ അശുദ്ധമായ അധരങ്ങൾ ഉള്ളവനാണ്. ഈ അയോഗ്യതാബോധമാണ് നമുക്ക് മിസ്സിങ്. ഈ അയോഗ്യതാബോധമാണ്. വലിയ പ്രവാചകനായ യെശയ്യാ പോലും പറയുന്നു, തീർന്നു, ഞാൻ നശിച്ചു. എന്താ കാര്യം? പാപിയായ ഞാൻ കർത്താവിനെ കണ്ടു, ഇനി ഞാൻ ജീവനോടെ ഇരിക്കില്ല എന്നാണ് യെശയ്യാ പറയുന്നത്. അപ്പം നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ എളിമയുടെ ബോധമാണ്, ഈ അയോഗ്യതാ ബോധമാണ്. കർത്താവേ, ഞാൻ പാപിയാണ്, കർത്താവേ, ഞാൻ പാപിയാണ്, ഈശോയെ, ഞാൻ യോഗ്യനല്ല. എന്തുമാത്രം കുറവുകളുണ്ട് നമുക്ക്. ആ ചിന്ത എന്താ നമുക്ക് വരാത്തത്? നമുക്കൊരിക്കലും നമ്മുടെ കുറവുകളെക്കുറിച്ച്, നമ്മുടെ കുറവുകളൊക്കെ എന്താ? നമ്മുടെ കുറവുകളൊക്കെ കാശില്ല, ആരോഗ്യമില്ല, ജോലിയില്ല, ഇതൊക്കെ ഉള്ളൂ. അതല്ല, അതിനേക്കാൾ അപ്പുറത്ത് എൻ്റെ ആത്മീയതയുടെ മേഖലയിൽ, ആത്മാവിൻ്റെ മേഖലയിൽ എന്തുമാത്രം കുറവുകളുള്ളവരാണ് നമ്മൾ. തീത്തോസിൻ്റെ പുസ്തകം, പൗലോസ് ലീഹ തീത്തോസിന് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 15-ഉം 16-ഉം വാക്യം ഇങ്ങനെ നിങ്ങൾ കേൾക്കണം. അത്, നിർമ്മല ഹൃദയർക്ക് എല്ലാം നിർമ്മലമാണ്, എന്നാൽ മലിന ഹൃദയർക്കും അവിശ്വാസികൾക്കും ഒന്നും നിർമ്മലമല്ല. അവരുടെ ഹൃദയവും മനസാക്ഷിയും ദുഷിച്ചതാണ്. ഒന്നും നിർമ്മലമായി കാണാൻ കഴിയാത്ത വിധം ഹൃദയവും മനസാക്ഷിയും ദുഷിച്ചു പോയവരെ കുറിച്ചാണ് പൗലോസ് ലീഹ പറയുന്നത്. എവിടൊക്കെയോ നമ്മളുമായിട്ട് സാമ്യം കാണാൻ പറ്റണം. എന്നിട്ട് അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത്, തങ്ങൾ ദൈവത്തെ അറിയുന്നുവെന്നവർ ഭാവിക്കുന്നു. തങ്ങൾ ദൈവത്തെ അറിയുന്നു എന്നവർ ഭാവിക്കുന്നു. ആരാണത്? തങ്ങൾ ദൈവത്തെ അറിയുന്നു എന്ന് ഭാവിക്കുന്നവർ ഈസ് ഈക്വൽ ടു ക്രിസ്ത്യാനികൾ. ദൈവത്തെ അറിയുന്നുവെന്ന് ഭാവിക്കുന്നവർ.
സത്യദൈവത്തെ ആരാധിക്കുന്നുവെന്ന് എല്ലാവരോടും പറയുന്നവർ നമ്മൾ തന്നെ ദൈവത്തെ അറിയുന്നുവെന്ന് ഭാവിക്കുന്നു. അടുത്ത വാക്യമാണ്, എന്നാൽ പ്രവർത്തികൾ വഴി അവിടുത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു. ഈ ദൈവത്തെ അറിയുന്നു എന്ന് ഭാവിക്കുന്നു, പറ്റുമ്പോഴൊക്കെ കുമ്പിട്ട് ആരാധിക്കുന്നു, എന്നിട്ട് എന്ത് പറ്റുന്നു? പ്രവർത്തികൾ വഴി അവിടുത്തെ നിഷേധിച്ച് കളയുന്നവർ പ്രവർത്തികൾ വഴി അവിടുത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു. അടുത്തതാണ്, അവർ വെറുക്കപ്പെടേണ്ടവരും അനുസരണമില്ലാത്തവരും ഒരു സത്പ്രവർത്തികൾക്കും കഴിവില്ലാത്തവരുമാണ്. ഇത് വിഷമിക്കാൻ വേണ്ടിയിട്ടല്ല, പിന്നെന്തിനാണ്? തിരിച്ചറിവുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. നമ്മളെക്കുറിച്ച് തന്നെയാണ് അയോഗ്യത ബോധം. കർത്താവെ, സത്യം ഇതൊക്കെ. നിന്നെ അറിയുന്നു, നിന്നെ ആരാധിക്കുന്നു, പക്ഷേ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രവർത്തികൾ വഴി നിന്നെ നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ. കർത്താവെ, അയോഗ്യനാണ് ഞാൻ എന്ന ബോധത്തോടെ തിരുസന്നിധിയിൽ നമുക്ക് നിൽക്കാം. സാധിക്കുന്നവരൊക്കെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ആരോഗ്യമുള്ളവരൊക്കെ മുട്ടിന്മേൽ നിൽക്കട്ടെ. അതൊരു പരിഹാരമാണ്. നാളെ തൊട്ട് നോമ്പ് ആരംഭിക്കുകയാണ്. നോമ്പ് ഒരു പരിഹാര പ്രവൃത്തിയാണ്. എൻ്റെ ജീവിതത്തിൽ വന്നു പോയ ഇടർച്ചകൾക്ക് ഞാൻ പരിഹാരമായിട്ട് ചെയ്യുന്നൊരു കാര്യമായിട്ടും നമുക്ക് നോമ്പിനെ വ്യാഖ്യാനിക്കാം. മുട്ടിന്മേൽ നിന്ന് ആ സഹനത്തെ ഒരു പരിഹാരമെന്ന പോലെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഹൃദയത്തിൽ തൊട്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, നിൻ്റെ മുമ്പിൽ ഞാനിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ്. ഞാൻ യോഗ്യനല്ല എൻ്റെ കർത്താവേ. നിൻ്റെ സ്നേഹം, ഇത്രമേൽ കവിഞ്ഞൊഴുകുന്ന നിൻ്റെ സ്നേഹം പ്രാപിക്കാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല എന്നെളിമയോടെ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ യോഗ്യനല്ല എൻ്റെ ഈശോയെ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ. 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 എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ ദോഷങ്ങൾ നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു. ഞാൻ ദോഷങ്ങൾ നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല
നന്മ പ്രാപിപ്പാൻ. കർത്താവേ, നിന്റെ സന്നിധിയിൽ എൻ്റെ അയോഗ്യതകൾ ഏറ്റുപറഞ്ഞ് എളിമയോടെ നിൽക്കുമ്പോൾ നീ എന്നെ സ്നേഹത്തോടെ കടാക്ഷിക്കുമെന്നും എന്നെ വിശുദ്ധീകരിക്കുമെന്നും എന്നെ ഉയർത്തുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ദൈവജനമേ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ അയോഗ്യതാബോധത്തോടെ ഞാൻ നിസ്സാരനാണ് എന്ന ഭാവത്തോടെ നിൽക്കുമ്പോൾ കർത്താവ് എന്താ ചെയ്യുന്നറിയാമോ? കർത്താവ് നിന്നെ ഉയർത്തും, സംശയമില്ല. അതാണ് യേശയ്യായുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. യേശയ്യ 6 നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, ഹാ എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു എന്ന് പറഞ്ഞ് വിലപിച്ച യേശയ്യായോട് കർത്താവിൻ്റെ പ്രതികരണം എന്തായിരുന്നു? ബലിപീഠത്തിൽ നിന്ന് തീക്കട്ട, മാലാഖ കൊടിലുകൊണ്ട് ബലിപീഠത്തിൽ നിന്ന് തീക്കട്ട എടുത്ത് യേശയ്യായുടെ നാവിൽ തൊട്ടിട്ട് പറഞ്ഞു, നീ ശുദ്ധിയുള്ളവനാകട്ടെ. ബലഹീനത ഏറ്റു പറയുന്നവരെ കർത്താവ് കരുണയോടെ കടാക്ഷിക്കും. എന്നാൽ ഞാനെന്ന ഭാവത്തോടെ നിന്നാലോ കർത്താവിൻ്റെ കൃപ നമ്മളിലേക്ക് എത്തില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് എളിമയോടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇന്നു നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു. നമ്മുടെ പൂർവ്വകാലം എത്ര ഇരുട്ടായിക്കോട്ടെ, എങ്ങനെയും ആയിക്കോട്ടെ, കർത്താവിങ്കിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത് കർത്താവിൽ നിങ്ങൾ പ്രകാശിക്കും. കർത്താവിൽ നമ്മൾ പ്രകാശിക്കും. അതെപ്പോഴാണ്? എൻ്റെ ബലഹീനത ഏറ്റുപറഞ്ഞ് എന്നെ തന്നെ ചെറുതാക്കി ഞാൻ കർത്താവിൻ്റെ കാൽച്ചുവട്ടിലേക്ക് എന്നെ എടുത്ത് വെക്കുമ്പോൾ അവനവൻ്റെ പ്രകാശത്തിൻ്റെ സമൃദ്ധിയിൽ നിന്ന് എന്നിലേക്ക് പ്രകാശമൊഴുക്കും. നമ്മൾ ഓരോരുത്തരും പ്രകാശിക്കും. കർത്താവേ, ബലഹീനനായ എന്നെ ഇത്രമേൽ നീ കരുതി, ഇത്രമേൽ എന്നെ സ്നേഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. കർത്താവേ, എന്തു കണ്ടു നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ? എന്തു കണ്ടു? ഇത്ര എന്നെ കരുതാൻ, ഇത്ര എന്നെ ചേർത്ത് പിടിക്കാൻ. യോഗ്യതകളൊന്നുമില്ലാതിരുന്നിട്ടും എന്നെ നീ ഇങ്ങനെ കരുതുന്നുണ്ടല്ലോ, എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ. ദൈവത്തോട്, ഈശോയോട് സംസാരിക്കാം. കർത്താവേ, യോഗ്യതയില്ലാഞ്ഞിട്ടും എന്നെ ചേർത്ത് പിടിക്കുന്നത് എനിക്ക് വലിയ അത്ഭുതമാണ്. കർത്താവേ, നിനക്ക് നന്ദി എന്ന് പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാ യേശുവേ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാ യേശുവേ. പാപിയായിരുന്നൊരു കാലത്തും ആ ഭക്തനായൊരു നാളിലും, പാപിയായിരുന്നൊരു കാലത്തും ആ ഭക്തനായൊരു നാളിലും, ക്രൂശിന്നു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. ക്രൂശിന്നു ശത്രുവായി ജീവിച്ച നാളിലും
നീ എന്നെ സ്നേഹിച്ചല്ലോ. എന്തു കണ്ടു എൻ്റെ കർത്താവേ, എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാ യേശുവേ. യേശുവേ നന്ദി, യേശുവേ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന സ്തുതി. യേശുവേ, യേശുവേ ആരാധന, യേശുവേ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങയ്ക്കാരാധന. ഇന്നുമെന്നും അങ്ങയ്ക്കാരാധന.